So welcome back to our channel. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന T500+Pro എന്ന സ്മാർട്ട് വാച്ച് ആണ്. ഇത് iWatch സീരീസ് 8 വരുന്ന അതിൻ്റെ ഒരു ക്ലോൺ മോഡലാണ്. ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് സ്മാർട്ട് വാച്ച് ആണ്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് ഞങ്ങൾക്കൊന്നും ഇത്രക്കും നല്ല ഡിസ്പ്ലേയും ക്വാളിറ്റിയും തരുന്നത് വേറൊരു വാച്ച് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പം വരുന്നില്ല. ഒരു അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള വാച്ച് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഉഗ്രമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിന് വരുന്നത്. സോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, പ്രൈസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. സോ ഇതാണ് T500+Pro എന്ന സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് നടന്നത്. ഇവിടെ മുകളിലായിട്ട് തന്നെ iWatch Pro എന്ന് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ്. പിന്നീട് ബ്ലാക്ക് കളറാണെന്ന് കൊടുത്തിട്ടുണ്ട്. ബിഗ് 1.92 ഇഞ്ചിൻ്റെ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ വരുന്ന ഒരു വാച്ചാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് iWatch 8 എന്നും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് ഒന്നും തന്നെയില്ല, ക്ലീൻ ആണ്. പിന്നീട് ഇപ്പുറ സൈഡായിട്ട് സീരീസ് 8 എന്നും സ്പേസ് അലുമിനിയം കേസ് ആണെന്നും 45mm അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എനിവേ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ബോക്സിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വാച്ചിനൊന്നും ഇത്രക്കും ക്വാളിറ്റിയിലെ ബോക്സ് വരാറില്ല. നമ്മുടെ ഈ കഴിഞ്ഞ തവണ ചെയ്ത i8 Pro Maxൻ്റെ വാച്ച് ക്വാളിറ്റി വേറെ തന്നെയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് വരുന്ന യൂസർ മാനുവലാണ്. ഇതിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ ചൈനീസ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് വരുന്നത്. സോ അത്യാവശ്യം നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് വരുന്നത് സ്ട്രാപ്പാണ്. ഒരു ബ്ലാക്ക് കളർ സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് പുറത്തെടുക്കാം. ബ്ലാക്ക് അല്ലാതെ നമുക്ക് വേറെയും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. സോ സ്ട്രാപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നോർമലി ഈ ഒരു വാച്ചിന് വരാവുന്ന ക്വാളിറ്റി അല്ല വരുന്നത്. കാരണം അത്യാവശ്യം നല്ല സിലിക്കോൺ ആയിട്ടുള്ള നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ്. നോർമലി ഹാർഡായിട്ടുള്ള സ്ട്രാപ്പൊക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വാച്ചിൽ വരാറ്. സോ സ്ട്രാപ്പിൻ്റെ കാര്യത്തിലും ഗുഡ് തന്നെയാണ്. സോ ഇനി വരുന്നത് ചാർജിങ് കേബിളാണ്. ഒരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. മാഗ്നറ്റിക് ടൈപ്പാണ്. അത്ര ഒരു ലെങ്ത്തൊന്നുമില്ല, ഒരു നോർമൽ ലെങ്ത്തിലാണ് ചാർജിങ് കേബിൾ കൊടുത്തിട്ടുള്ളത്. സോ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലാണ് കേബിൾ വരുന്നത്. സോ ഓക്കെയാണ്. പിന്നീട് വരുന്ന നമ്മുടെ മെയിൻ വാച്ച് ബോഡിയാണ്. സോ നമുക്കൊന്ന് പുറത്തെടുക്കാം. സോ നമുക്ക് തൽക്കാലം ഈ ഒരു ബോക്സ് ഒന്ന് ഇപ്പുറത്തേക്കൊന്ന് മാറ്റി വെക്കാം. സോ ഇതിൻ്റെ പുറത്തായിട്ട് ഒരു കവർ ചെയ്ത് നമുക്കൊന്ന് പീൽ ഓഫ് ചെയ്ത് കളയാം. സോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വാച്ചിൽ തന്നെ. സോ നല്ലൊരു ക്വാളിറ്റിയുള്ള വാച്ച് തന്നെയാണ്. ഒരു ഓവർവ്യൂ ആയിട്ട് വാച്ചിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ക്രൗൺ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സ്ക്രോളബിൾ ആയിട്ടുള്ള ക്രൗൺ ആണ്. പിന്നീട് മൈക്ക്, പിന്നീട് പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പുറത്തെ സൈഡായിട്ട് സ്പീക്കർ ഗ്രില്ലും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് കണക്ട് ചെയ്യാനുള്ള പോർഷൻ, പിന്നീട് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നീട് ഇവിടെ ആയിട്ട് സീരീസ് 8 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് ഈ ഒരു വീഡിയോ എത്രത്തോളം കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇവിടെ സീരീസ് 8 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ക്വാളിറ്റിയിൽ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നീട് സ്വിച്ചിൻ്റെ ഒരു ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ പെർഫെക്റ്റ് തന്നെയാണ്. സോ വാച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സോ വാച്ച് ഓണായി വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ചാർജ് ഇല്ല. നമുക്ക് ചാർജ് കഴിയുന്ന വരെ നമുക്ക് നോക്കാം, അതിന് ശേഷം നമുക്ക് ചാർജ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എത്രത്തോളം വാച്ച് ഫേസാണ് നമുക്കിതിൽ വരുന്നത് നോക്കാം. ഇതാണ് ഫസ്റ്റ് വാച്ച് ഫേസ്. സോ നമുക്ക് പിന്നീട് രണ്ടാമത്തെ ഇത് 3, 4, 5, 6 ആറോളം വാച്ച് ഫേസ് നമുക്കിതിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം വാച്ച് ഫേസ് വേണം നമുക്കിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് കസ്റ്റമായിട്ട് നമ്മുടെ ഫോട്ടോസ് വരെ നമുക്ക് വാച്ച് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയിലെ ഡിസ്പ്ലേ ആണ്. അത് ഏത് ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും HD നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ആ ഒരു കവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ബിഗ് 1.92 ഇഞ്ചിൻ്റെ ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വാച്ചിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേ ക്വാളിറ്റി അപാരം തന്നെയാണ്. സോ നോട്ടിഫിക്കേഷൻ ബാർ നോർമൽ തന്നെയാണ്. താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എയറോപ്ലെയിൻ മോഡും പിന്നെ നോർമൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നീട് മെയിൻ മെനു സ്റ്റൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ മെയിൻ മെനു സ്റ്റൈൽ മാറുന്നതായിരിക്കും. സോ ഒരുപാട് വാച്ച് മെയിൻ മെനു സ്റ്റൈൽസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സോ അതിന് മുൻപായിട്ട് നമുക്കിതിൻ്റെ വാച്ച് സ്ട്രാപ്പ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അത് വിട്ടുപോയൊരു കാര്യമാണ്. സോ നോർമൽ എല്ലാ വാച്ചും ചെയ്യുന്ന പോലെ തന്നെ സ്ലൈഡ് ആയിട്ടാണ് നമുക്കിതിലേക്ക് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യേണ്ടത്. സോ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അടുത്ത സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാം. നമുക്ക് സ്ട്രാപ്പ് കളർ ഏതാണെന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെയും വാങ്ങാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. റെഡ്, ബ്ലൂ, അതുപോലെ തന്നെ വൈറ്റ്, അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്.
സോ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്തു. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ് ഈ ഒരു വാച്ചിന് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ടുള്ള ഒരു മെയിൻ മെനു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള വാച്ചിലൊക്കെ വരുന്ന മെയിൻ മെനു സ്റ്റൈൽ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്മൂത്താണ്. നോർമലി ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലെ വാച്ചിലൊന്നും ഇത്രത്തോളം നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷേ നല്ല സ്മൂത്ത് തന്നെയാണ്. സോ അബൌട്ട് സെക്ഷനിലാണെങ്കിൽ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ പിന്നീട് സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി ഒട്ടുമിക്ക എല്ലാ ബേസിക് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ ഓഫ് ടൈം, ബ്രൈറ്റ്നസ് ലെവൽ, അങ്ങനത്തെ ഒട്ടുമിക്ക വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റിങ്സ് തന്നെ വരുന്നുണ്ട്. സോ പിന്നീട് മെയിനായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് വാച്ചിലും അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. ഇനി മെയിൻ മെനു സ്റ്റൈൽസ് നമുക്ക് എത്രത്തോളം ഉള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് രണ്ടാമത്തെ മെയിൻ മെനു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രൗൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നീട് മൂന്നാമത്തെ മെയിൻ മെനു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള മെയിൻ മെനു സ്റ്റൈലാണ്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രസമുണ്ട്. ഒന്നാമത് നല്ല സ്മൂത്ത്നെസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് മാറ്റുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഇനി അടുത്ത നാലാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് സോ ഇതും നല്ല രസമുണ്ട്. നമുക്ക് ക്രൗൺ ഉപയോഗിച്ചുകൊണ്ടും നമുക്കിതുപോലെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ നല്ല സ്മൂത്തായിട്ടുള്ളൊരു വാച്ച് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് വേണ്ടത് iWatch Pro എന്ന ആപ്ലിക്കേഷനാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും കാര്യങ്ങളും തന്നെ വാച്ചിലും അതുപോലെ തന്നെ ബോക്സിലും വരുന്നുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പെർമിഷനൊക്കെ തന്നെ ചോദിക്കുന്നതൊക്കെ നമുക്കൊന്ന് എഗ്രി ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നീട് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എല്ലാം ഒന്ന് എഗ്രി ചെയ്ത് കൊടുക്കാം. സോ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് നമുക്കിവിടെ താഴത്തായിട്ട് തന്നെ നമുക്കിവിടെ സെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലേക്ക് പോയി നമുക്കിവിടെ മുകളിലായിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ടാകും, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. സോ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ സെർച്ച് ചെയ്യാം. വേറെയും പെർമിഷൻ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് അലോ ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ആയതുകൊണ്ടാണ് ഇത്രക്കും പ്രൊസീജിയർ. പിന്നീട് ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ പെർമിഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. വന്നിട്ടുണ്ട് T500+Pro എന്നാണ് വേണ്ടി പറ്റുന്നതായിരിക്കും. നമ്മളെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പെയർ ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് ടൈമൊക്കെ ഓട്ടോമാറ്റിക്കാണ് സെറ്റ് ആവുന്നതായിരിക്കും ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്ന സമയത്ത്. നമുക്ക് നോർമലി വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇത്രക്കും സ്ലോ ആയിട്ട് പെയർ ആവുന്നത്. നോർമൽ ടൈം ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് പെയർ ആവുന്നതായിരിക്കും. സോ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ആപ്ലിക്കേഷനിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് വരുന്നത് ഇവിടെ വേക്കപ്പിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സോ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കും. പിന്നീട് നമുക്കിവിടെ ആയിട്ട് നമുക്ക് പിന്നീട് വരുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മെസ്സേജൊക്കെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഏതൊരു ആപ്ലിക്കേഷനാണ് മെസ്സേജ് വരുന്നത് നമുക്ക് ഇവിടെ വാച്ചിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് വരുന്നതായിരിക്കും. പിന്നീട് നമുക്ക് കോൺടാക്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ ഡയൽ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെന്നും നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ നമുക്ക് കസ്റ്റമായിട്ടുള്ള വാച്ച് ഫേസും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ കസ്റ്റം വാൾപേപ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള നമ്മുടെ ഫോട്ടോസ് തന്നെ നമുക്ക് വാച്ച് ഫേസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഓവറോൾ എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഓവറോൾ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ആപ്പിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു വാച്ചിൻ്റെ ഒരു ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. ഒരു രക്ഷയില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രക്കും ക്വാളിറ്റിയിലെ ഡിസ്പ്ലേ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല സൈസും വരുന്നുണ്ട്. പിന്നീട് ബിൽഡാണെങ്കിലും അലുമിനിയത്തിൻ്റെ ആണ് ഇതിൻ്റെ ബോഡി യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതും രക്ഷയില്ല. പിന്നീട് സ്ട്രാപ്പ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിലിക്കോൺ ടൈപ്പ് സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. സോ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഒരു ബെസ്റ്റായിട്ടുള്ള വാച്ച് തന്നെയാണ്. അത്യാവശ്യം ഓവറോൾ ഫീച്ചേഴ്സും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള വാച്ച് തന്നെയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രക്കും നല്ലൊരു ക്വാളിറ്റിയുള്ള വാച്ച് ഇപ്പം തൽക്കാലം ഇത് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ എല്ലാം i8 Pro Maxും ചെയ്തായിരുന്നു. പക്ഷേ അതിനും കാട്ടിയും നല്ല ക്വാളിറ്റിയിലെ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു വാച്ച് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യാം. 3 ഡേയ്സിനുള്ളിൽ തന്നെ ഡെലിവറി ഇവർ ഓൾ കേരള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു വാച്ച് തന്നെയാണെങ്കിൽ ഈ വാച്ചിനെ പറ്റി പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രക്കും നല്ല ക്വാളിറ്റിയുള്ള വാച്ചാണ്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള കാര്യം ഓർക്കണം. ഒരു 1500 ആണെങ്കിൽ പിന്നെയും പറയാം. ഇത് അതിനെക്കാട്ടി താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പ്രൈസും ഡീറ്റെയിൽസൊക്കെ തന്നെ താഴെ ആ ഒരു നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതായിരിക്കും. സോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യുന്നതായിരിക്കും. വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പോയി വാങ്ങാം.
സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.